മഞ്ചേശ്വരത്ത് യുഡിഎഫിനെ വെട്ടിലാക്കി പത്രിക പിൻവലിച്ച SDPI സ്ഥാനാർത്ഥിയായിരുന്ന KM അഷ്റഫിന്റെ വെളിപ്പെടുത്തൽ. യുഡിഎഫ് മതസംഘടനകളെ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചതെന്ന് KM അഷ്റഫ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇത്തവണ യുഡിഎഫ് പരാജയപ്പെടുമെന്നും KM അഷ്റഫ് വ്യക്തമാക്കി. അതേസമയം മുന്നണികളുടെ ജയപരാജയങ്ങൾക്ക് നിർണായക ശക്തിയായി മഞ്ചേശ്വരത്ത് PDPയും രംഗത്തുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. BJP, CPM ഡീൽ വിവാദവും മതസംഘടനകളുടെ ഇടപെടലും തുടങ്ങി ഒട്ടേറെ വിഷയം ചർച്ചയായ മണ്ഡലമാണ് മഞ്ചേശ്വരം. SDPI സ്ഥാനാർത്ഥി KM അഷ്റഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. പിന്നീട് നാടകീയമായ നീക്കങ്ങളിലൂടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു. എന്തായാലും സ്ഥാനാർത്ഥിയായ അഷ്റഫിനേക്കാൾ കരുത്തനായിരിക്കും സ്ഥാനാർത്ഥിയല്ലാത്ത അഷ്റഫ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. UDFിനെതിരെ ശക്തമായ ജനവികാരമുണ്ടെന്നും KM അഷ്റഫ് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ UDFിനെതിരെ നല്ല ഒരു വികാരമുണ്ട്. അത് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യമേ ആയിരിക്കാം. ഞാൻ ഈ മത്സരരംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും അവരെ കൂടെയുള്ള ആൾക്കാർ പോലും നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മഞ്ചേശ്വരത്ത് നിങ്ങൾക്ക് ഞങ്ങളെ സ്ഥാനാർത്ഥി പിൻവലിച്ചതോടെ ഞങ്ങൾ അപ്രസക്തമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഇന്നലെ നടത്തിയ കൺവെൻഷനിൽ 100 കണക്കിന് പ്രവർത്തകരാണ് കയറി വന്നത്. അതുപോലെ തന്നെ ഇനി 2 കൺവെൻഷൻ ബാക്കിയുണ്ട്. ഇങ്ങനെയുള്ള അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ ഉണ്ടായതിനേക്കാളും കൂടുതൽ പ്രവർത്തനവുമായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഞങ്ങളുണ്ടാവും. അതിനേക്കാളും കൂടുതൽ കരുത്തനായി മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉണ്ടാവും. മതസംഘടനകളെ UDF മതസംഘടനകളടക്കം സ്വാധീനം ചെയ്തിട്ടാണ് ഞങ്ങളെ പിൻവലിക്കാൻ വേണ്ടി സ്വാധീനം ചെയ്തത്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും മതസംഘടനകളുടെ അടക്കം ഭാഗങ്ങളിൽ നിന്നും നല്ല പോലെ സമ്മർദ്ദമുണ്ടായി. അതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. അവരുടെ പ്രസ്താവനകളിലെ നിങ്ങൾ കേട്ടതല്ലേ. 100% ഇവിടെ ജയിക്കാൻ സാധ്യത ഉള്ളത് ഇവിടെ LDF ആണ്. അതുകൊണ്ട് LDFിലേക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത, നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ 5000-ഓളം വോട്ടുകളുണ്ടെന്നാണ് PDP അവകാശപ്പെടുന്നത്. കേരളത്തിൽ മുഴുവൻ LDFിന് പിന്തുണ നൽകുമ്പോൾ മഞ്ചേശ്വരത്ത് UDFിനാണ് പിന്തുണയെന്നും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റായ ബഷീർ വ്യക്തമാക്കുന്നു. പ്രധാനമായും ഇവർ ഉയർത്തുന്ന കാരണം BJPക്ക് ജയസാധ്യതയുള്ളതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകാനാണ് തീരുമാനമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. 140 മണ്ഡലങ്ങളിലും LDFിനെ പിന്തുണയ്ക്കുക എന്നുള്ള നിലപാടാണ് പാർട്ടി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ്. പാർട്ടി നേതൃത്വവും ഇടതുപക്ഷത്തിൻ്റെ LDFിൻ്റെ ഔദ്യോഗിക നേതൃത്വവും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിന് വിരുദ്ധമായൊരു പ്രഖ്യാപനം എന്ന രീതിയിൽ മഞ്ചേശ്വര മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. പാർട്ടി നേതൃത്വം ഇവിടുത്തെ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതായത് BJPക്ക് മേൽക്കോയ്മയുള്ള സാഹചര്യത്തിൽ BJPയോട് അവസാന നിമിഷം ആരാണോ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവരെ പിന്തുണയ്ക്കുന്നതിൽ നമ്മൾ ചിലപ്പോൾ നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് വ്യത്യസ്തമായ ഭിന്നമായ ഒരു അഭിപ്രായവും തീരുമാനം വരികയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്നൊരു തീരുമാനമാണ് മണ്ഡലത്തിലെ വികാരം. മണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെയും വൈകാരികത അങ്ങനെയാണ്. മഞ്ചേശ്വരം മണ്ഡലത്തെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇനിയും തുടരുമെന്ന സൂചന തന്നെയാണ് മതസംഘടനാ നേതാക്കളുടെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. എന്നാലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ ആര് ജയിക്കും അത് തന്നെയാണ് ദേശീയ രാഷ്ട്രീയം തന്നെ ഉറ്റുനോക്കുന്നതും. മഞ്ചേശ്വരത്ത് നിന്നും KV ബൈജു, ന്യൂസ് 18. വാർത്തയിൽ കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നും. ബൈജു, UDFിനെതിരെ രൂക്ഷമായൊരു വിമർശനമാണ് ഇപ്പോൾ KM അഷ്റഫ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത് മണ്ഡലത്തിൽ UDFിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. UDFിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, നേരത്തെ ഒന്നും കേൾക്കാത്ത രീതിയിൽ മഞ്ചേശ്വരത്ത് പുതിയതായി ഇത്തരത്തിൽ മതസംഘടനകളുടെ ഇടപെടൽ, അതാണ് ഈ ഒരു അഭിമുഖത്തിൽ നിന്നും പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതായത് KM അഷ്റഫ് എന്ന് പറയുന്ന SDPI സ്ഥാനാർത്ഥിയുടെ തന്റെ പത്രിക പിൻവലിക്കാൻ പ്രധാനമായ കാരണമായിരിക്കുന്നത് UDFിന്റെ ഇടപെടലാണെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് മതസംഘടനകളെ ഉപയോഗിച്ച് വലിയ തോതിൽ സമ്മർദ്ദം ഉണ്ടാക്കിയാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ടി വരുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത് വളരെ പ്രധാനമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയായാലും പ്രതിപക്ഷ നേതാവായാലും ഈ ഒരു മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDPI LDF കൂട്ടുകെട്ടെന്നാണ് UDF പറയുമ്പോഴും അത് UDFുമായി SDPI കൂട്ടുകെട്ടെന്ന തരത്തിലായിരുന്നു ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, ഡീൽ ആരോപണങ്ങൾ അങ്ങനെ തുടങ്ങി മഞ്ചേശ്വരത്തെ ചൊല്ലി വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് ഈ ഒരു വെളിപ്പെടുത്തൽ എന്നതാണ് പ്രധാനം. അത് കൃത്യമായി KM അഷ്റഫ് പറയുന്നുണ്ട്. മതസംഘടനകളെ കൃത്യമായി സ്വാധീനം ചെലുത്തിയാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കേണ്ടി വന്നത്. കാരണം അത് UDF ക്യാമ്പിനെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിലെ KM അഷ്റഫിനെ വലിയ തോതിൽ ഈ വിജയത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ SDPI സ്ഥാനാർത്ഥിത്വം മാറിയിരുന്നു. കാരണം പേരും സാദൃശ്യമുണ്ട്. അതോടൊപ്പം 10,000-ഓളം വോട്ടുകളാണ് ഈ SDPIക്ക് ഏതാണ്ട് ഈ ഒരു മഞ്ചേശ്വരം മണ്ഡലത്തിലുള്ളത്. നമുക്കറിയാം 89ഉം 745ഉം ഒക്കെ ഭൂരിപക്ഷം മാത്രമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ചെറിയ കക്ഷികൾക്ക് പോലും, അതായത് സ്വതന്ത്രന്മാർക്ക് പോലും നിർണായക സ്വാധീനമുണ്ട് ഈ ഓരോരാളുടെ ജയപരാജയങ്ങൾക്ക്. അത്തരമൊരു ഘട്ടത്തിലാണ് ഇങ്ങനെ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും PDP കൂടി ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഇനി വരും ദിവസങ്ങളിലും മഞ്ചേശ്വരത്തെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടതും. അനുസരിച്ച് ശരി, KV ബൈജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.